ഹലോ, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഫിഷിൻ്റെ ഒരു വിഭവമായിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? ഫിഷ് വറുത്തരച്ച മീൻകറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് കേരമീനാണ്. അത് 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ വറുത്തരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു 4 ചുള പുളി തിളപ്പിച്ച് വെള്ളവും പുളിയുമായിട്ട് ബൗളിലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമ്മൾ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉലുവയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നില്ല നമ്മൾ മീൻകറിക്ക്. അപ്പോൾ അടുത്തതായി നമ്മൾ വറുത്തരച്ച മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു 50 ഗ്രാം, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വറുത്തരച്ച മീൻകറിക്കുള്ള ഇൻഗ്രീഡിയൻറ്റ്. ചട്ടി ചൂടായിട്ടുണ്ട്. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ സ്വാദ് ഇഷ്ടം പോലെ ഏറും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ചെറിയ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് ഇഞ്ചി. നല്ല ജൂലിയനായിട്ട് നീളത്തിലരിയും. മീൻകറിക്ക് എപ്പോഴും നീളത്തിലരിയണം നല്ലത്. നമ്മൾ ജൂലിയൻ കട്ടിങ് എന്ന് പറയും. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം പറ്റിച്ച് വയ്ക്കുക, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കുക. അപ്പോഴാണ് മീൻകറിക്കുള്ള ടേസ്റ്റ് വരുന്നത്. ആ എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ മൂപ്പായി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം. നമുക്ക് പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്യാം. പച്ചമുളക് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചുവന്നുള്ളി ആഡ് ചെയ്യാം. ചുവന്നുള്ളിയാണ് മീൻകറിക്ക് നല്ലത്. ചുവന്നുള്ളി ഇടാണ്ടും ഉണ്ടാക്കുന്നവരുണ്ട്. വെറും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിക്ക് ഉണ്ടാക്കാം. ചുവന്നുള്ളി ഇടുവാണെങ്കിൽ നല്ല രുചി കിട്ടും. നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്യാം. ഇവൻ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ഇടാം. ഇതൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ആദ്യമാണ് വറ്റൽമുളക് ഇടുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടാണ് വറ്റൽമുളക് ഇടുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്, മീൻകറിക്ക് ഒരു ഗാർണിഷ് പോലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറ്റൽമുളക് ഇടുന്നത്. ഒരു ഷോയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത ചേരുവകൾ തീ കുറച്ച്, ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികളിടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ആദ്യമായിട്ട് നമ്മളൊരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. ചെറുതായിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീർ ചില്ലിപ്പൊടി 1 കിലോ മീനാണ് എടുത്തേക്കണേ. അപ്പോൾ ഒരു ആവശ്യത്തിന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം ചെറുതായിട്ട്. കരിയല്ല, പൊടി കരിയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ വേറെ ചൊവയാവും, ഫ്ലേവർ മാറും. അപ്പോൾ പ്രത്യേകം തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് ഫിഷ് മസാല ആഡ് ചെയ്യുകയാണ്. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചിലർ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് അരച്ച് ചേർക്കുന്നില്ല. തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നവരുണ്ട്. നമ്മൾ നാടൻ സ്റ്റൈലിലാണ് അടിക്കാൻ. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, വറുത്തരപ്പ്. അരമുറി തേങ്ങ, ഒരു അരമുറിയാണ്. അരമുറി തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തങ്ങനെയാണ് ഇനി ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് പൊടി മൂത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്യുകയാണ്. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മീനിടുന്നത്. പുളിവെള്ളം ഒഴിച്ച് മസാലയൊക്കെ ജസ്റ്റ് തിളച്ചിട്ട് ആണ് നമ്മൾ മീൻ ആഡ് ചെയ്യുന്നത്. ഞാനൊരു 4 ചോള പുളി എടുത്തിട്ടുണ്ട്. 4 ചോള ആവശ്യമില്ല, 3 ചോള ആയാലും മതി. ചില പുളിയുടെ പുറ പോലെ ഇരിക്കും. 1 ചോള പുളിയും കൂടി 2 ചോള പുളിയും കൂടി അതിനകത്തേക്ക് ഇടുകയാണ്. 2 3 ഇടാം, ആവശ്യത്തിനനുസരിച്ച് ഇടാം. പുളി കൂടുവാണെങ്കിൽ ചുളയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. എല്ലാവർക്കും വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും വീടുകളിൽ പോയി പരീക്ഷിക്കുക. നല്ലൊരു കളറായിട്ടുണ്ട്. ഫിനിഷിംഗ് ടൈമിൽ നമ്മൾ കായപ്പൊടി ആഡ് ചെയ്താൽ മതി. ചിലർ ഈ മസാലയിൽ ആഡ് ചെയ്യുന്നവരുണ്ട് കായപ്പൊടി. ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ കായപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മസാലയിൽ മൂത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് മീനിടാം. അപ്പോൾ നമ്മുടെ
മസാല തിളച്ച് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്യാം. 1 കിലോ കരിമീനാണ് എടുത്തേക്കണേ. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കണേ. ഓരോന്ന് ആഡ് ചെയ്യുക. ചെറിയ പീസാണെങ്കിൽ അതിനകത്തേക്ക് മസാലയും എരിവും പുളിയൊക്കെ പിടിച്ചോളും. ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻകറി റെഡിയാവും. അതുവരെ നമുക്ക് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വറുത്തരച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിബിൻ.